യെസ്, വന്യമൃഗ ആക്രമണ ഭീഷണിയാൽ പൊറുതിമുട്ടുന്ന വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഉണ്ട്. അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും വയനാടൻ ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റയിൽ ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസവും പ്രതിഷേധ റാലിയും നടക്കുന്നു. അതേസമയം മാനന്തവാടിയിലിറങ്ങിയ കാട്ടാനയെ പിടികൂടാനുള്ള ശ്രമം 13ാം ദിവസമായ ഇന്നും തുടരുമെന്നുള്ളത് കൂടിയാണ്. പടമലയിൽ അജീഷിനെ കൊലപ്പെടുത്തി 2 ആഴ്ചയാകുമ്പോഴും ആനയെ പിടികൂടാനാകാത്തത് കടുത്ത നിരാശയാണ് പ്രദേശത്തുണ്ടാക്കുന്നത്. അനീസലി ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസലി, ഈ വേലൂർ മഗ്നയെ പിടികൂടാത്തത് കടുത്ത നിരാശയുണ്ടാക്കുന്നുണ്ട്. കാര്യം വലിയ ജനരോഷമുയർന്ന ഒരു കേസായിരുന്നു അജീഷിനെ കൊന്നതിന് ശേഷം. പക്ഷേ വനപാലകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതറിയാം. നമുക്ക് കർണാടകയിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് പിടികൂടാനുള്ള ദൗത്യം വളരെ ശ്രമകരമാണ്. ആ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ ഇന്നിപ്പോൾ കലക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയായിരിക്കും അനീസ്? ജിൽസി, ഇപ്പോൾ ആന ഇപ്പോൾ ഏറ്റവും അവസാനം കാണുന്നത് കർണാടകയിലെ വനമേഖലയിൽ തന്നെയാണ് എന്നാണ് റേഡിയോ കോളർ വഴിയുള്ള വിവരങ്ങൾ വെച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ആന ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തിയിരുന്നു. ഇപ്പോൾ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആന ദൗത്യ സംഘത്തെ സഹായിക്കാനായി ഇതിനിടെ ഹൈദരാബാദിൽ നിന്ന് ഒരു വന്യജീവി വിദഗ്ധനായ നവാബ് അലി ഖാനും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ 4 അംഗ സംഘവും ഇപ്പോൾ വയനാട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കാര്യം. ഇതുവരെയും 13 ദിവസം 12 ദിവസമായി തുടരുന്ന തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ ഈ വേലൂർ മഗ്നയെ മയക്കൊടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആന ഇങ്ങനെ ഈ വനമേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലേക്കും തിരിച്ച് കേരളത്തിലേക്കുമായി ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അത് ജനവാസ കേന്ദ്രത്തിൽ കാടിറങ്ങി വരുന്നുമുണ്ട്. ഇത്തരത്തിൽ ഭീതിജനകമായ ഒരു സ്ഥിതിവിശേഷം നിൽക്കുന്നതിനിടെ ഈ ആനയെ പിടികൂടാൻ കഴിയാത്തത് വലിയ തരത്തിലുള്ള ജനരോഷവും നിരാശയും പ്രദേശത്തുണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ദൗത്യത്തെ സഹായിക്കാനായി ഹൈദരാബാദിൽ നിന്ന് ഈ പ്രമുഖ വന്യജീവി വിദഗ്ധനായ നവാബ് അലി ഖാൻ വരുന്നത്. അതോടൊപ്പം തന്നെ 4 വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ 4 അംഗ സംഘവും ഇപ്പോൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിനെ കൂടാതെ പ്രദേശത്തിന്റെ ടെറൈൻ നന്നായിട്ട് അറിയാവുന്ന, നേരത്തെ ഇത്തരം ദൗത്യങ്ങളിൽ പരിചയമുള്ള ഡോക്ടർ അരുൺ സക്കറിയയെ പ്രദേശത്ത് ഇവിടെ എത്തിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രദേശത്തെ നോഡൽ ഓഫീസറായി പുതിയൊരാളെ കൂടി ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ സർക്കിൾ CCF കെ വിജയാനന്ദിനെയാണ് ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന് സംബന്ധിച്ച് വനം വകുപ്പിന്റെ നടപടികൾ ഏകോപിപ്പിക്കുക എന്നതാണ് സവിശേഷ അധികാരങ്ങളോടുകൂടി ഈ CCFനെ നിയോഗിക്കുമ്പോൾ ലക്ഷ്യമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുമായുള്ള യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. ഒരു സവിശേഷ അധികാരങ്ങളുള്ള ഒരു CCFനെ കൂടി വയനാട്ടിലേക്ക് നിയോഗിക്കുമെന്നത് അത് ഇപ്പോൾ അദ്ദേഹം ചുമതല ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ ദൗത്യ സംഘങ്ങളെയും സന്നാഹങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ എത്തിക്കുകയും തെരച്ചിൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുമ്പോഴും ഈ ആന ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായി തന്നെ തുടരുകയാണ്. ആന ഇതുവരെയും വനംവകുപ്പിന്റെ പിടിയിലായിട്ടില്ല. ഇതൊരു വലിയ പ്രയാസമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലായി വന്യജീവികളുടെ, കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ഒരു പശു കൊല്ലപ്പെട്ടു. ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഇങ്ങനെ തുടർക്കഥയാവുന്നൊരു സാഹചര്യവും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ജിൽ